عظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن بسم الله ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم الحمد لله الحمد لله الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله والصلاة والسلام على أشرف رسل الله سيدنا محمد وعلى آله وأصحابه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين صدق الله العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين قال رسول الله صلى الله عليه وسلم إن هذا صراطي فاتبعوه ولا تتبعوا السبل يا سيدي يا رسول الله خذ بيدي ما لي سواك ولا ألوي على أحد يا من يقوم مقام الحمد منفردا للواحد الفرد لم يولد ولم يلد يا من تفجرت الأنهار نابعة من إصبعيه فروى الجيش بالمدد يا صاحب الوقت جبهتي تحت نعالكم أعظ بكم نيابة عنكم يا رسول الله اللهم ما قدرت لنا من خير وشرعنا فيه بتوفيقك وتيسيرك فتممه لنا بأكمل الوجوه وأصوبها وإنك على كل شيء قدير وبالإجابة جدير وصلى الله على سيدنا محمد وآله وصحبه أجمعين والحمد لله رب العالمين ഏറ്റവും ബഹുമാനമുള്ള സാദാത്തുക്കൾ ഉലമാക്കൾ മറ്റ് വിശിഷ്ട വ്യക്തികൾ സഹോദരങ്ങൾ സുഹൃത്തുക്കളെ മാന്യ മുഅ്മിനീങ്ങളെ ഏതാണ്ട് 35-40 കൊല്ലം മുമ്പ് ഈ പ്രദേശത്ത് ഞാൻ വഅ്ള് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ നാട്ടിൽ ദർസ് നടത്തിയിരുന്ന ശംസുദ്ദീൻ മുസ്ലിയാർ അല്ലാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കുമാറാകട്ടെ. അദ്ദേഹം ശുപാർശ ചെയ്തു, നാട്ടുകാർ ക്ഷണിച്ചു, അങ്ങനെ വന്നിട്ടുണ്ട്. പിന്നീട്
അടുത്ത് എല്ലാ സ്ഥലത്തും വരാറുണ്ട്. നമ്മുടെ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, മർക്കസിന്റെ നേരിൽ നടത്തുന്ന ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ AR നഗറിൽ നടക്കുന്നു. അത് ഇവിടെ അടുത്ത് തന്നെയാണ്. സാമ്പത്തികമായ വിഷമം കൊണ്ട് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ, പുരോഗതിയിലേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിലും ചെറിയ നിരക്ക് നടക്കുന്നു. ഇൻഷാ അല്ലാഹ് അത് പുരോഗതിയിലെത്തിക്കാൻ സാധിക്കും. നിങ്ങൾ ദുആ ചെയ്യണം, നിങ്ങളുടെ കുഞ്ഞുങ്ങളെയെല്ലാം അവിടെ ചേർക്കണം എന്ന് ഞാൻ സാന്ദർഭികമായി പറയുന്നു. അങ്ങനെ ഇവിടെ പരിചയമുള്ള സ്ഥലം തന്നെയാണ്. മറ്റൊരു പരിപാടിക്ക് കൂടി പോകാനുള്ളത് കൊണ്ട് കൂടുതൽ സംസാരിക്കുന്നില്ല. ബഹുമാനപ്പെട്ട സുലൈമാൻ ഉസ്താദ്, അല്ലാഹു അദ്ദേഹത്തിന്റെ മരണപ്പെട്ടു പോയ അബ്ദുറഹ്മാൻ അഹ്സനി കാമിൽ സഖാഫിക്ക് സ്വർഗം പ്രദാനം ചെയ്യട്ടെ, അവിടുത്തെ ഖബറിനെ സ്വർഗതൊപ്പാക്കി കൊടുക്കട്ടെ. സുലൈമാൻ ഉസ്താദിനും ബന്ധുക്കൾക്കുമെല്ലാം ക്ഷമിച്ചതായ പ്രതിഫലം അല്ലാഹു നൽകുമാറാകട്ടെ. മാന്യ സഹോദരങ്ങളെ, സുലൈമാൻ ഉസ്താദ് പറഞ്ഞ അതേ കാര്യം തന്നെ ഞാനും നിങ്ങളോട് ആവർത്തിച്ച് പറയുന്നു. ഒരു സമയവും ഇടമുറിയാതെ ലോകത്ത് മുഅ്മിനീങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. ഇടമുറിയാതെ എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. ഇപ്പോൾ ഈ സമയത്ത് മഗ്രിബ് നിസ്കരിക്കുന്നവരുണ്ട്, ഇശാ നിസ്കരിക്കുന്നവരുണ്ട്, സുബഹി നിസ്കരിക്കുന്നവരുണ്ട്, ളുഹർ നിസ്കരിക്കുന്നവരുണ്ട്, അസ്ർ നിസ്കരിക്കുന്നവരുണ്ട്. അങ്ങനെ ലോകത്തിന്റെ കറങ്ങൽ പ്രകാരം ഓരോ സെക്കൻഡിലും ഇവിടെ നിസ്കാരം നടക്കുന്നുണ്ട്. അതുപോലെ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രകീർത്തിക്കാത്ത, പ്രശംസിക്കാത്ത ഒരു സെക്കൻഡും ഇവിടെ കഴിഞ്ഞു പോവുകയില്ല. ഇപ്പോൾ ബാങ്ക് കൊടുക്കുന്നില്ലേ? ഉണ്ട്. ഇപ്പോൾ വേറെ സ്ഥലത്ത് ബാങ്ക് വിളിക്കുന്നുണ്ട്, ഇവിടെ ഇല്ല. അത് കഴിയുമ്പം വേറെയൊരു സ്ഥലത്ത് ബാങ്ക് വിളിക്കുന്നു. നമ്മുടെ ഇന്ത്യ രാജ്യത്ത് തന്നെ ആസാമും കോഴിക്കോടുമായി 1.25 മണിക്കൂർ 1.5 മണിക്കൂർ വ്യത്യാസം ഉണ്ട്. ഇവിടെ 6 മണിക്ക് മഗ്രിബാകുമ്പോൾ നമ്മുടെ ഇന്ത്യയിൽപ്പെട്ട ആസാം പ്രദേശത്ത് 4.5 മണിക്ക് മഗ്രിബാകുന്നുണ്ട്. അങ്ങനെ സൂര്യന്റെ അസ്തമാനവും ഉദയവും വ്യത്യാസപ്പെടുന്നതനുസരിച്ച് നിസ്കാരത്തിന്റെ ടൈം മാറി മാറി വരുന്നു. അങ്ങനെ ഓരോ സെക്കൻഡിലും ഇവിടെ ബാങ്ക് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ബാങ്ക് വിളിക്കാത്ത ഒരൊറ്റ സെക്കൻഡും ഇവിടെ ഇല്ല. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനക്ക് അർഹൻ ഇല്ല എന്ന് പറയുന്ന ഈ കലിമത്തു തൗഹീദ് ഇവിടെ പറയപ്പെടാത്ത ഒരു സെക്കൻഡും ഇല്ല, ഈ ഭൂമി ലോകത്തില്ല. അങ്ങനെ ഉണ്ടായാൽ അന്ന് ലോകം അവസാനിക്കുകയും ചെയ്യും. അല്ലാഹു എന്ന് പറയപ്പെടുന്ന ഒരവസ്ഥ ഇവിടെ ഉണ്ട്. അത് പറയാത്തൊരു സമയം വന്നാൽ അന്ന് ലോകത്തിന്റെ അവസാനമാണ്. ലാ തഖൂമു സ്സാഅതു ഹത്താ ലാ യബ്ഖാ ഫിൽ അർളി മൻ യഖൂലു അല്ലാഹു അല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു, അല്ലാഹു എന്ന് പറയുന്ന ഒരൊറ്റ
ഒരൊറ്റ മനുഷ്യനെങ്കിലും ഇവിടെ ഉണ്ടാകുന്ന കാലത്തോളം ലോകം അവസാനിക്കുകയില്ല, ഖിയാമത്ത് നാൾ ഉണ്ടാവുകയില്ല. അല്ലാഹു എന്ന് പറയുന്ന ഒരൊറ്റ മനുഷ്യൻ പോലും ഇല്ലാത്ത ആ കാലഘട്ടത്തിലാണ് ഖിയാമം ഉണ്ടാകുന്നത്, അഥവാ ലോകം അവസാനിക്കുന്നത്. അപ്പോൾ ഈ ലോകത്തിന്റെ നിലനിൽപ്പ് തന്നെ അല്ലാഹുവിന്റെ ദിക്റിൽ ആണ്, അല്ലാഹുവിനെ പറയുന്നതിൽ ആണ്. അങ്ങനെ എല്ലാ സമയവും അതുപോലെ തന്നെ അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിന്റെ റസൂലാണ്, അവസാനത്തെ നബിയാണ്, ഏറ്റവും ശ്രേഷ്ഠരായ റസൂലാകുന്നു എന്ന ഈ വാക്ക് പറയപ്പെടാത്ത ഒരു സെക്കൻഡും ഇവിടെ ഇല്ല. ഒരു സെക്കൻഡും അത് പറയാത്തതില്ല. ഇപ്പോൾ ഇവിടെ പറയുന്നു, അടുത്ത സെക്കൻഡിൽ വേറൊരു സ്ഥലത്ത്, അടുത്ത സെക്കൻഡിൽ വേറൊരു സ്ഥലത്ത്, എങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ബാങ്ക് വിളിക്കുന്നു എന്ന സമയത്ത്. അതുപോലെ തന്നെ നിസ്കാരത്തിന്റെ ഉള്ളിൽ ഇവിടെ അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിച്ചുകൊണ്ട്, ഓ ശറഫാക്കപ്പെട്ട നബിയെ, അങ്ങയുടെ മേലിൽ അല്ലാഹുവിന്റെ സലാം വർഷിക്കുന്നുണ്ട്, വർഷിക്കുമാറാകട്ടെ, അല്ലെങ്കിൽ എന്റെ സലാം എന്ന തിരുക്കാഴ്ച ഞാൻ അങ്ങയുടെ മുമ്പിൽ സമർപ്പിക്കുന്നു എന്ന് പറയുന്ന ഈ അസ്സലാമു അലൈക എന്ന സലാം പറയപ്പെടാത്ത ഒരു സമയവും ഇല്ല. ഒരാൾ അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു എന്ന് പറയുമ്പോൾ മറ്റൊരാൾ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ കമാ സ്വല്ലൈത അലാ ഇബ്രാഹിമ വഅലാ ആലി ഇബ്രാഹിമ, ഇങ്ങനെ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കും. ചുരുക്കത്തിൽ അല്ലാഹുവിന്റെ ഹബീബിന്റെ പേര് പറയപ്പെടാത്ത ഒരു സെക്കൻഡും, അവിടുത്തെ മദ്ഹ് പറയപ്പെടാത്ത ഒരു സെക്കൻഡും, അവിടുത്തെ പ്രശംസിക്കപ്പെടുകയും പ്രകീർത്തിക്കപ്പെടുകയും ചെയ്യാത്ത ഒരു സെക്കൻഡും ഇവിടെ നടക്കുന്നില്ല, കഴിഞ്ഞു പോകുന്നില്ല. നിങ്ങൾ ശ്രദ്ധിക്കണം. അതാണ് പരിശുദ്ധ ഖുർആനിൽ വറഫഅനാ ലക ദിക്റക, വറഫഅനാ ലക ദിക്റക, ഓ ഹബീബായ നബിയെ, അങ്ങയുടെ പറയൽ, അങ്ങയെ പറയൽ അതിവിടെ എന്നും നിലനിൽക്കുന്ന വിധം ഞാൻ അതിനെ ഉയർത്തിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഇവിടെ എത്ര ആള് പറഞ്ഞു നോക്കി മുഹമ്മദ് നബി ഒരു സാധാരണ മനുഷ്യനാണ്. മുഹമ്മദ് നബി എന്ന് പറയും ചെയ്യും, പിന്നെ സാധാരണ മനുഷ്യനാണെന്ന് പറയും. ഇത് രണ്ടും തമ്മിൽ തന്നെ വൈരുദ്ധ്യമാണ്. നബി ആയാൽ പിന്നെ സാധാരണ മനുഷ്യനാവൂല. അപ്പൊ അത് ഇന്നാളൊരാൾ അങ്ങനെ പറഞ്ഞപ്പോ ഞാൻ ചോദിച്ചു, ഇതെങ്ങനെ മുഹമ്മദ് നബി? അപ്പൊ അവൻ മറുപടി പറഞ്ഞത്, അത് നിങ്ങൾക്ക് മനസ്സിലാകാൻ പറഞ്ഞതാ, ജനങ്ങൾക്ക് മനസ്സിലാകാൻ പറഞ്ഞതാ മുഹമ്മദ് നബി. അപ്പൊ അവന്റെ വിശ്വാസത്തിൽ എന്താണ്? മാന്യ സഹോദരന്മാർ ചിന്തിക്കണം. പരിശുദ്ധ ഇസ്ലാമിന്റെ ഏറ്റവും പ്രധാനമായ ഘടകമല്ലേ കലിമത്തു തൗഹീദ്? ആ കലിമത്തു തൗഹീദിൽ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിന്റെ റസൂലാകുന്നു എന്ന് വിശ്വസിക്കുകയും പറയുകയും ചെയ്യാതെ ഒരു മനുഷ്യനും ഇസ്ലാമിലേക്ക് വരികയില്ല. ഇവിടെ ദൈവം ഉണ്ട് എന്ന് പറയുന്നവരും ശക്തിയുണ്ട് എന്ന് പറയുന്നവരും ഈശ്വരനുണ്ട് എന്ന് പറയുന്നവരും പല പേരിലും അല്ലാഹുവിനെ പറയുന്നവരും ഉണ്ട്. പക്ഷേ നാം അവരെ മുസ്ലിമായി പരിഗണിക്കാത്തത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അംഗീകരിച്ചുകൊണ്ട് ആ മുഹമ്മദ് നബി പഠിപ്പിച്ചതുപോലെ അല്ലാഹുവിനെ സംബന്ധിച്ച് മനസ്സിലാക്കുകയും വിശ്വസിക്കുകയും ചെയ്യാത്തതിന്റെ പേരിൽ ആണ്.
അതുകൊണ്ട് നമ്മുടെ ഈമാൻ പൂർത്തിയാകണം എങ്കിൽ കലിമത്തു തൗഹീദിന്റെ ഒന്നാമത്തെ ഭാഗവും രണ്ടാമത്തെ ഭാഗവും നാം ശരിക്ക് വിശ്വസിച്ചേ പറ്റും. ഞാൻ ആ ഭാഗത്തേക്ക് ഇപ്പോൾ നബി തങ്ങളെ പേര് പറയുന്നത് പോലെ തന്നെ തൗഹീദിന്റെ കലിമത്ത് എപ്പോഴും പറയുന്നത് പോലെ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന ദുആ പറയാത്ത ഒരു സമയവും ഇല്ല. ഒരു ദിവസം 17 പ്രാവശ്യം പറയുന്നു എന്നാണ്. നമ്മൾ 17 പ്രാവശ്യം പറയുന്നു, വേറെ കൂട്ടർ 17 പ്രാവശ്യം പറയുന്നു. അങ്ങനെ ആ സമയം മാറി 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 വരുന്നത് കൊണ്ട് ലോകത്ത് ഈ പ്രാർത്ഥന ഇല്ലാത്ത ഒരു സമയവും ഇല്ല. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, ഞങ്ങളെ എല്ലാവരെയും നീ മുസ്തഖീമായ നേരായ ചൊവ്വായ വഴിയിൽ ആ ഹിദായത്തിന്റെ മാർഗത്തിൽ ഉറപ്പിച്ച് നിലനിർത്തി ആ മാർഗത്തിൽ തന്നെ ജീവിപ്പിച്ച് ആ മാർഗത്തിലായി മരിപ്പിച്ചു തരണം അല്ലാഹ് എന്നാണ് ഈ വാചകത്തിന്റെ ചുരുക്കസാരം. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, വഴി, മുസ്തഖീമായ നേരായ വഴി, മാർഗം, സരണി. ഇതെന്താണ് അങ്ങനെ പറയുന്നത്? ഇവിടെ ചിലർക്കൊരു വാദമുണ്ട്, ലക്ഷ്യം നന്നായാൽ മതി, മാർഗം ഏതായാലും വിരോധമില്ല. സുബ്ഹാനല്ലാഹ്, ഇത് ഏറ്റവും വലിയ അബദ്ധമായ വാദമാണ്. മാർഗം ശരിയായാൽ മാത്രമേ ശരിയായ ലക്ഷ്യത്തിലേക്ക് എത്തുകയുള്ളൂ. അതുകൊണ്ടാണ് അല്ലാഹു പ്രാർത്ഥനയിൽ ഇങ്ങനെ പഠിപ്പിച്ചു, ഇഹ്ദിന, ഞങ്ങളെ ഹിദായത്താക്കി നിർത്തിത്തരണം, അസ്സിറാത്തൽ മുസ്തഖീം, മുസ്തഖീമായ മാർഗത്തില്, മുസ്തഖീമായ സരണിയിൽ, വഴിയിൽ ഞങ്ങളെ നീ ഹിദായത്താക്കി നിലനിർത്തി തരണം എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ അല്ലാഹുവിന്റെ റസൂല് ഒരു വര വരച്ചു, നേരെ ഒരു വര വരച്ചു. പിന്നെ അപ്പുറവും ഇപ്പുറവും കുറെ വരകൾ വരച്ചിട്ട് പറഞ്ഞു, നടുവിലുള്ള നേരായ വഴി വര കാണിച്ചുകൊണ്ട് പറഞ്ഞു, ഹാദാ സിറാത്തി, ഇത് എന്റെ വഴിയാണ്, ഫത്തബിഊഹു, നിങ്ങൾ അതിനോട് അനുഗമിക്കുക, വലാ തത്തബിഉ സുബുല, മറ്റു വഴികളിലേക്കൊന്നും നിങ്ങൾ പോകരുത്, അതിനെ പിന്തുടരാൻ പാടില്ല. അപ്പൊ നേരായ ചൊവ്വായ വഴി അതാണ് അസ്സിറാത്തുൽ മുസ്തഖീം. ഇൻഷാ അല്ലാഹ് ആ പേരിൽ ഇവിടെ തറക്കല്ലിട്ട, ശിലയിട്ട തുടങ്ങിയ സ്ഥാപനം ഇവിടെ ഉണ്ടാകും. അല്ലാഹു അതിന് തൗഫീഖ് നൽകട്ടെ. അത് ഈ കൂടിയ ജനങ്ങളെല്ലാവരും സഹായിക്കും, സഹായിക്കണം. അതിനും അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അതിന് ആമീൻ പറഞ്ഞവര് കുറവാ. സഹായിക്കാൻ തൗഫീഖ് ഉണ്ടാവട്ടെ എന്നാൽ ഇതും ഒരു സഹായം തന്നെ. ഞങ്ങൾ പേടിക്കണ്ട, പൈസ കൊടുത്തിട്ടില്ലെങ്കിലും നമ്മുടെ വന്നിട്ട് ഇങ്ങനെ ഇരുന്ന് ഇത് കേൾക്കുക, സന്തോഷിക്കുക, ഈ വിഷയത്തിൽ ഒത്താശ ചെയ്യുക, അതും ഒരു വഴിയാണ്, സഹായമാണ്. എല്ലാവരും പണം കൊണ്ട് സഹായിക്കുക എന്ന് അർത്ഥമില്ല. സഹകരണം. നേരത്തെ ആരോ പറഞ്ഞില്ലേ, ഇവിടെ ഈ പ്രദേശത്തുള്ള മുഴുവൻ മുസ്ലിംകളും ഹൈന്ദവരും ക്രൈസ്തവരും എന്നല്ല, എല്ലാ വിഭാഗം ആളുകളും സഹകരിക്കുന്നുണ്ട് എന്ന്. എന്താണ് ഇതിന് കാരണം? ബുദ്ധിയുള്ള ജനങ്ങൾക്ക് സഹകരിക്കാതെ മാർഗമില്ല. എന്തുകൊണ്ട്? വിദ്യാഭ്യാസം അത് തന്നെ ആത്മീയ ചൈതന്യത്തോടുകൂടെ ധാർമ്മിക ബോധവും
ധാർമ്മിക ചിന്തയും ആത്മീയ ചിന്തയുമുള്ള വിദ്യാഭ്യാസം അത് ഇല്ലാത്ത കാലത്തോളം ഈ രാജ്യത്ത് സമാധാനം ഉണ്ടാവുകയില്ല. നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കാം, മർക്കസിന്റെ കഴിഞ്ഞ വാർഷിക സമ്മേളനത്തോടനുബന്ധിച്ച് കേരളത്തിലെ മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രിയും എല്ലാം ഒരുമിച്ച് കൂടിയ സദസ്സിൽ ഞാൻ പറഞ്ഞു, ഇവിടെ ആഭ്യന്തര വകുപ്പ് പോലീസിനെ നിറച്ചുകൊണ്ട് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ ചെലവഴിക്കുന്നുണ്ട്. അത് ഈ രാജ്യത്തിന്റെ സമാധാനത്തിന് വേണ്ടിയാണ്, അതിൽ സംശയം ഇല്ല. എന്നാൽ ആഭ്യന്തര വകുപ്പ് മനസ്സിലാക്കണം, ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കൾ മുഴുവനും മനസ്സിലാക്കണം, വെറും ഒരു പോലീസിനെ കൊണ്ട് ഈ നാട്ടിൽ സമാധാനമുണ്ടാക്കാൻ കഴിയുകയില്ല, ഒരിക്കലും കഴിയുകയില്ല. മറിച്ച് ഇവിടെ സമാധാനമുണ്ടാകുന്നത് ഇതുപോലുള്ള സദസ്സ്, ഉപദേശം, ജനങ്ങൾ സന്മാർഗത്തിലേക്ക് ക്ഷണിക്കുക, നല്ലത് പറയുക, അങ്ങനെയുള്ള സദസ്സുകളാണ്. തെറി പറയാൻ വേണ്ടി, കുറ്റം പറയാൻ വേണ്ടി, ചീത്ത പറയാൻ വേണ്ടി കൂടുന്ന സദസ്സല്ല. അത് നമുക്ക് പറ്റൂല, അത് നമുക്ക് തീരെ പറ്റില്ല. അതുപോലെ പ്രശസ്തനായ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു, ആരാണ് ഷാഫി ഇമാം അറിയോ? ആരാണ് ഷാഫി ഇമാം പറയാൻ കഴിയുമോ? 7 വയസ്സായപ്പോൾ പരിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കി ഇമാം മാലിക് തങ്ങളുടെ മുവത്ത എന്ന കിതാബ് കാണാതെ പഠിച്ചു. 7 വയസ്സ് മുതൽ മരിക്കുന്നതിന്റെ ഇടക്ക് ഒരൊറ്റ രാത്രിയിൽ മാത്രം 1 മിനിറ്റ് പോലും ഉറങ്ങാത്തത് കൊണ്ട് തഹജ്ജുദ് നിസ്കരിച്ചില്ല. ബാക്കിയുള്ള എല്ലാ രാത്രികളിലും മരിക്കുന്ന അന്ന് രാത്രി പോലും തഹജ്ജുദ് നിസ്കരിച്ച ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു 10 ലക്ഷം ഹദീസ് മനഃപ്പാഠമുള്ള അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു പറയുന്നു, എനിക്ക് 10 ലക്ഷം ഹദീസിൽ നിന്ന് കൂടി കിട്ടിയ അറിവ് എന്റെ ഗുരുനാഥനായ ഇമാം ഷാഫിഈക്ക് 100 ഹദീസിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അത്ര വലിയ മഹാൻ. എന്റെ ഒരു കൊല്ലത്തെ ഇബാദത്ത് ഒന്നായി കൂട്ടിയാൽ എന്റെ ഗുരുനാഥനായ ഷാഫി ഇമാമിന്റെ ഒരു രാത്രിയുള്ള ഇബാദത്തിനോട് തുല്യമാവുകയില്ല. അത്രയും വലിയ മഹാനാണെന്ന് 10 ലക്ഷം ഹദീസ് മനഃപ്പാഠമുള്ള ഏറ്റവും വലിയ മഹാനായ അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങൾ പറഞ്ഞിട്ടുള്ള ആഗോള പ്രശസ്തനായ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിനെ ധാരാളം ആളുകൾ ചീത്ത പറഞ്ഞു, തെറി പറഞ്ഞു, കുറ്റം പറഞ്ഞു. ആ സമയത്ത് ഷാഫി ഇമാം അതിന് മറുപടി പറഞ്ഞതാ എന്താണ്? യുഖാതിബുനി സഫീഹു ബികുല്ലി ഖുബ്ഹിൻ വഅക്റഹു അൻ അകൂന ലഹു മുജീബാ. വിഡ്ഢിയായ മനുഷ്യൻ എന്നെ എല്ലാ ചീത്തയും വിളിക്കുന്നു, എല്ലാ തെറിയും എന്നെ സംബന്ധിച്ച് പറയുന്നു. പക്ഷേ ഞാൻ അവന് മറുപടി പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ആ മറുപടി പറയലിനെ ഞാൻ വെറുക്കുന്നു എന്നാണ് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞത്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, യസീദു സഫാഹതൻ വഅസീദു ഹിൽമാ കഊദിൻ സാദഹുൽ ഇഹ്റാഖു തീബാ. വിഡ്ഢിയായ മനുഷ്യന്മാർ എന്നെ തെറി പറഞ്ഞുകൊണ്ട്, എന്നെ ചീത്ത പറഞ്ഞുകൊണ്ട് ഇവിടെ ഇങ്ങനെ നടക്കുന്നതനുസരിച്ച് അവൻ കൂടുതൽ കൂടുതൽ ബുദ്ധിയും വിവരമില്ലാത്തവനുമാകുന്നു. ഞാനാകട്ടെ അവന്റെ ആ ചീത്തകൾക്ക് മറുപടി പറയാത്തത് കൊണ്ട്
എനിക്ക് ഹിൽമ്, ക്ഷമയും സഹിഷ്ണുതയും സൽസ്വഭാവവും മഹത്വവും വർദ്ധിക്കുകയും ചെയ്യുന്നു. ഏതുപോലെ കഊദിൻ സാദഹുൽ ഇഹ്റാഖു തീബാ, ഊദ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, മണപ്പിക്കുന്ന സാധനം. അത് തീയിലിട്ട് അതിങ്ങനെ കത്തും തോറും അതിന് ഏറ്റവും നല്ല വാസന കൂടിക്കൂടി വരികയാണല്ലോ. അതുപോലെ എനിക്ക് ക്ഷമയും ഇൽമും ഹിൽമും സമാധാനവും വർദ്ധിക്കുകയാണ്. ഞാൻ അവന് മറുപടി പറയാൻ പോകുന്നില്ല, ഞാനത് വെറുക്കുന്നു എന്ന് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞു. നമ്മളോട് പറഞ്ഞു, ഫഇൻ കല്ലംതഹു ഫഖൈറുൻ മിനൽ ഇജാബത്തി സുകൂതു. ഓ മനുഷ്യ, വിഡ്ഢികൾ ലോകത്ത് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് നടക്കും. അവര് പറയുമ്പോൾ നീ അടങ്ങിക്കോ, എന്നാൽ നിനക്കത് ഖൈറാണ്, നീ അടക്കലാണ് നിനക്ക് ഖൈറ് എന്ന് ആ നിനക്ക് പറഞ്ഞുകൊണ്ട് ലോകത്തുള്ള എല്ലാ ചീത്തയും തമ്മാടിത്തരങ്ങളും ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് ഇല്ലാത്ത നുണകൾ വെച്ച് കെട്ടി പറഞ്ഞ് പരത്തിയെങ്കിലും അവരാരും വിജയിച്ചില്ല. ലോകത്ത് എത്രയെത്ര മഹാന്മാരായ ഔലിയാക്കൾ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ മദ്ഹബുകളിൽ ഉണ്ട്. പക്ഷേ ശത്രുക്കളാവട്ടെ അവര് പിന്മാറുന്ന പ്രശ്നമില്ല, അവരെങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കും. ഏതുവരെ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു വഫാത്തായതുപോലും ഒരു ശത്രുവായ പണ്ഡിതന്റെ അടി കാരണമായിട്ടാണ്. സുഹൃത്തുക്കളെ, ഒരു ശത്രുവായ പണ്ഡിതനുണ്ടായിരുന്നു. അസൂയ വെച്ച് 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 കേൾക്കുന്നില്ലല്ലോ. അസൂയ വെച്ച് വെച്ച് ഒരു നിലക്കും വിജയിക്കാതിരുന്നപ്പോ എനിക്ക് കൊല്ലുന്ന തീർത്തില്ല എന്ന് വെച്ചിട്ട് രാത്രി തഹജ്ജുദ് നിസ്കരിക്കാൻ എഴുന്നേറ്റപ്പോൾ ഇരുമ്പിന്റെ വടി കൊണ്ട് അടിച്ചു കളഞ്ഞു തലക്ക്. ഷാഫി ഇമാമിന് വല്ലാത്ത വേദനയായി. സാധാരണ ചെറിയ ചെറിയ രോഗങ്ങളൊക്കെ ഉണ്ടാകുന്നു. നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയുടെ അടുക്കലേക്ക് ദുആ ചെയ്യാൻ പറഞ്ഞേക്കും. വലിയ ആളായാലും വേറെ ആളെ കൊണ്ട് ദ്വാരപ്പിക്കും, അത് സാധാരണയാണ്. അള്ളാഹുവിന്റെ റസൂല് മന്ത്രിപ്പിച്ചിട്ടില്ലേ? അള്ളാഹുവിന്റെ റസൂലിന് തലവേദനയായപ്പോഴും പനി വന്നപ്പോഴുമെല്ലാം സഹാബികളെ കൊണ്ട് മന്ത്രിപ്പിച്ചിട്ടുണ്ട്. വലിയ ആള് മറ്റുള്ളവരെ കൊണ്ട് ദുആ ചെയ്യിപ്പിക്കുകയും മന്ത്രിപ്പിക്കുകയും ചെയ്യും. ആ നിരക്ക് ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു അതാ നഫീസത്തുൽ മിസ്രിയയുടെ അടുക്ക് ആളെ അയക്കും. അവിടുന്ന് ദ്വാരക്കും ശിഫയായി പോകും. എന്നാൽ ഈ മരണത്തിന് സമയത്ത് എത്രയോ ശക്തമായ അടി, തലക്ക് ഇരുമ്പിന് വടി കൊണ്ട് അടിച്ചത് വേദന സഹിക്കാൻ കഴിയാതെ ആയപ്പോൾ ബഹുമാനപ്പെട്ട ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞു, തമന്നാ ഉനാസുൻ അൻ അമൂത ഫഇൻ അമുത് ഫദാക സബീലുൻ ലസ്തു ഫീഹി ബിഔഹദി. ചില ആളുകൾ ഞാൻ മരിച്ചു പോകണമെന്ന് ആഗ്രഹിക്കുന്നു. അത് സാരമല്ല, അത് ഞാൻ ഒറ്റക്കല്ല മരിക്കുന്നത്, എല്ലാവർക്കും കൂടാതെ കഴിയാത്തതാണ്. പക്ഷെ ഞാനങ്ങ് പോയത് കൊണ്ട് ഈ ദീൻ ഇവിടെ ഇല്ലാതെയാകുമെന്ന് ആരും മനസ്സിലാക്കണ്ട. ദീൻ ഇവിടെ നിലനിൽക്കുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ശിഷ്യന്മാരെ സമാധാനിപ്പിച്ചു. നഫീസത്തുൽ മിസ്രിയയുടെ അടുക്കലേക്ക് അന്നും ദുആ ചെയ്യാൻ അയച്ചു. പക്ഷേ അന്ന് ബീവി ഗുണത്തിനോതും തേട്ടമിൻ പകരത്തെ അഹദവൻ നൽകിടട്ടും നഫീസത്ത് മലയിൽ കാണാം.
സാധാരണ ശിഫ കൊണ്ട് ദുആ ചെയ്യുന്ന നഫീസത്ത് ബീവി അന്ന് ദുആ ചെയ്തത് ഷാഫി ഇമാമിന് അല്ലാഹുവിനെ കാണാനുള്ള തൗഫീഖ് ഉണ്ടാവട്ടെ എന്നാണ്. എന്ന് പറഞ്ഞാൽ മരണം ആസന്നമായി പോയി എന്നർത്ഥം. മാന്യ സഹോദരങ്ങളെ, അങ്ങനെയുള്ള ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു അടക്കം ഇവിടെ കഴിഞ്ഞുപോയ മഹാന്മാരായ പണ്ഡിതന്മാർ, വലിയ മഹാന്മാർ, കുത്തുബുകൾ, അവരെല്ലാവരും നടന്ന ഒരു വഴിയുണ്ട്. അതാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വഴി. ആ വഴിക്കാണ് സിറാത്ത് മുസ്തഖീം, മുസ്തഖീമായ വഴി എന്ന് പറയുന്നത്. കൂടുതൽ പറയാൻ സമയമില്ലാത്തത് കൊണ്ട് ഞാൻ ചുരുക്കുന്നു. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ആരെങ്കിലും പറയണ്ട ഞങ്ങളതാണ് സിറാത്ത് മുസ്തഖീമായ വഴി, ഞങ്ങളതാണ് എന്ന് ഈ ഖുർആൻ ഓതി നടക്കുന്ന കുറച്ചാളുകൾ ഖുർആനും സുന്നത്തും എന്ന് വന്നിട്ട് 4 ആയത്ത് കാണാന്ന് പഠിച്ച് ഒരു 2-3 ഹദീസും പഠിച്ചിട്ട് ഇങ്ങനെ നടക്കുന്ന ആളുകൾ ഞങ്ങളുടേതാണ് മുസ്തഖീമായ വഴിയെന്ന് പറയണ്ട എന്ന് വെച്ചുകൊണ്ട് അള്ളാഹു തന്നെ പഠിപ്പിക്കുന്നു. അങ്ങനെ ആയത്ത് ഹദീസ് ഓതി വരുന്നതല്ല മുസ്തഖീമായ വഴി. പിന്നെ ഏതാണ്? സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, അള്ളാഹു നിഅമത്ത് ചെയ്ത മഹാന്മാര് നടന്നു കാണിച്ചു തന്ന വഴി. മിനൻ നബിയ്യീന വസ്സദ്ദീഖീന വസ്സുഹദാഇ വസ്സാലിഹീൻ. അമ്പിയാക്കൾ, സിദ്ദീഖുകൾ, സുഹദാക്കൾ, സ്വാലിഹീങ്ങൾ. കേട്ടോ, അവർ എന്ത് വിശ്വസിച്ചു, അവരെന്തിവിടെ പഠിപ്പിച്ചു, അവരോട് പിൻപറ്റി വിശ്വസിക്കുകയും അവരോട് പിൻപറ്റി നടക്കുകയും ചെയ്യുക, അതാണ് ശരിയായ വിശ്വാസം. ഇവിടെ ഈ പ്രദേശത്ത് സുന്നത്ത് ജമാഅത്തിന്റെ പുറത്തുള്ളവരുണ്ടോ ഇല്ലെന്ന് എനിക്ക് നല്ല പോലെ അറിയില്ല. അവര് പലപ്പോഴും ഇതിനെ ആക്ഷേപിച്ചുകൊണ്ട് ആയത്തോടും മക്ക മുശ്രിക്കുകളോട് പറയപ്പെട്ടാൽ ഇത്തബിഉ മാ അൻസലല്ലാഹ്, അല്ലാഹു ഇറക്കിയ ഖുർആനിനോട് നിങ്ങൾ പിൻപറ്റുക എന്ന് പറയപ്പെട്ടാൽ അവര് പറയും ബൽ നത്തബിഉ മാ അൽഫൈന അലൈഹി ആബാഅന, ഞങ്ങളെ ബാപ്പമാര് ഉപ്പാപ്പമാര് എന്തെന്തിനാണോ ഞങ്ങൾ അത് വിടൂല, ഞങ്ങൾ അത് മുറുകെ പിടിക്കും എന്ന് ആര് പറയും? മുശ്രിക്കീങ്ങൾ പറയുന്ന വാക്കാണത്. ഇത് ഖുർആൻ മുശ്രിക്കീങ്ങളെ ആക്ഷേപിച്ചതാണ്. ആ ആയത്തോതിക്കൊണ്ട് സുന്നികളുടെ പേരിൽ പറയും സുന്നികൾ ഈ മുശ്രിക്കുകളോട് പിൻപറ്റുന്നവരാണ്, മുൻഗാമികളായ ആളുകളെ പിൻപറ്റും എന്ന് പറയുന്നത് കൊണ്ട്. എന്നാൽ ഈ ആയത്ത് അവിടുന്ന് അങ്ങോട്ട് ഓതൂല. അല്ലാഹു തആല അവരോട് ചോദിക്കുന്നു, അവലൗ കാന ആബാഉഹും ലാ യഅഖിലൂന ശൈഅൻ വലാ യഹ്തദൂൻ. ഓ മുശ്രിക്കുകളെ, നിങ്ങളുടെ പിതാക്കൾ ഹിദായത്തില്ലാത്തവരും ഒരു വിവരവുമില്ലാത്തവരുമായിട്ട് അവരോടാണോ നിങ്ങൾ പിൻപറ്റുന്നത്? അതൊരിക്കലും പിൻപറ്റിക്കൂടാ എന്നാണ് അല്ലാഹു പറഞ്ഞത്. അതേ സമയത്ത് കപടവിശ്വാസികളും മുശ്രിക്കുകളുമായ മക്കയിലുള്ള മുശ്രിക്കുകളെ സംബന്ധിച്ച് അനുഭവം അല്ലാഹു വിവരിക്കുന്നു മറ്റൊരു ആയത്തിൽ. ഇദാ ഖീല ലഹും ആമിനൂ കമാ ആമനന്നാസ്. ഇദാ ഖീല ലഹും, അവരോട് പറയപ്പെട്ടാൽ ആമിനൂ, നിങ്ങൾ വിശ്വസിക്കണം, കമാ ആമനന്നാസു, അബൂബക്കർ സിദ്ദീഖ്, ഉമർ ഇബ്നു ഖത്താബ്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹും, ആ ജനങ്ങൾ അതുപോലുള്ള ആളുകൾ വിശ്വസിച്ചതുപോലെ നിങ്ങൾ വിശ്വസിക്കണം എന്ന് മക്ക മുശ്രിക്കുകളോട് പറയപ്പെട്ടാൽ ഖാലൂ, അവർ പറയും, അനുഅ്മിനു കമാ ആമന സുഫഹാ,
വിഡ്ഢികൾ വിശ്വസിച്ചതുപോലെ ഞങ്ങൾ വിശ്വസിക്കുകയോ? ഇത് മക്ക മുശ്രിക്കിന്റെ സ്വഭാവമാണ്. അപ്പോൾ മഹാന്മാര് വിശ്വസിച്ചതുപോലെ വിശ്വസിക്കണം എന്നാണ് ഖുർആൻ പഠിപ്പിച്ചത്. മഹാന്മാർ പഠിപ്പിച്ചതുപോലെ പ്രവർത്തിക്കണമെന്നാണ് ഖുർആൻ പഠിപ്പിച്ചത്. അതാണ് മിനൻ നബിയ്യീന വസ്സുദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. അമ്പിയാക്കളും സുദ്ദീഖുകളും ശുഹദാക്കളും സാലിഹീങ്ങളുമായ മഹാന്മാർ അവര് നമുക്ക് പഠിപ്പിച്ചു തന്നു. ബഹുമാനപ്പെട്ട ഖുത്ബുൽ അഖ്താബ് അശ്ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിറുൽ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹു വനഫഅനാ ബിഹി ഫിദ്ദാറൈൻ. യാ സയ്യിദി സനദി ഗൗസി വയാ മദദി കുല്ലി ളഹീറൻ അലൽ അഅദാഇ ബിൽ മദദി. ഇബ്രാഹിം കുട്ടിയാജി ഞാനും കൂടി ജയിലിൽ കിടന്നപ്പോ ഈ ബെയ്ത്താണ് എടുത്തുകൊണ്ട് ഈ അല്ലേ ബെയ്ത്ത് വെച്ചിട്ട് എനിക്ക് കേൾപ്പിച്ചു തന്നത്. നീ ചെല്ലിയതല്ലേ ഈ ബെയ്ത്ത്? ബഹുമാനപ്പെട്ട ഖുത്ബുൽ അഖ്താബ് തങ്ങളവர்கள் അവിടുത്തെ കിതാബുൽ ഗുന്യത്തിൽ താലിബി തരീഖുൽ ഹഖ് എന്ന കിതാബിൽ പറഞ്ഞു, ഫഅലൽ മുഅ്മിനി ഇത്തിബാഉ അഹ്ലി സുന്നത്തി വൽ ജമാഅ. മൂമിന് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന് പ്രിയം വെക്കൽ അനിവാര്യമാണ്, നിർബന്ധമാണ്. അതുകൊണ്ട് എന്റെ സഹോദരന്മാരോട് എനിക്ക് പറയാനുള്ളത് അസ്സിറാത്തുൽ മുസ്തഖീം എന്ന മുസ്തഖീമായ വഴി, ആ വഴിയിലൂടെ തന്നെ നമ്മൾ ചലിക്കണം, അതിൽ നമ്മൾ ജീവിക്കണം. അതാണ് നമ്മുടെ പൂർവികരായ സജ്ജനങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നത്. നമ്മുടെ പൂർവികരായ അണ്ടനും മടകോടനും പഠിപ്പിച്ചു തന്നത് എന്നല്ല നമ്മൾ പറയുന്നത്. നമ്മളെ പൂർവികരായ സജ്ജനങ്ങൾ, ഉലമാക്കൾ, ഔലിയാക്കൾ, ആരിഫീങ്ങൾ, സ്വാലിഹീങ്ങൾ, ബഹുമാനപ്പെട്ട ഖുത്ബുസ്സമാൻ അസ്സയ്യിദ് അലവി അൽ മംബുറമി റളിയല്ലാഹു അൻഹു, മംബുറത്തെ തങ്ങൾ പാപ്പ എന്ന് പറയുന്ന ഖുത്ബുസ്സമാൻ പഠിപ്പിച്ചു തന്നത്. ബഹുമാനപ്പെട്ട ഷെയ്ഖ് മുഹമ്മദ് അബൂബക്കറുൽ മടവൂരി ഖദ്ദസല്ലാഹു സിർറഹു വനഫഅനാ ബിഹി സീഫ് വലിയുല്ലാഹി തങ്ങൾ അവർ പഠിപ്പിച്ചു തന്നത്. അതുപോലെ ഇങ്ങോട്ട് വന്ന് നോക്കിയാൽ ബഹുമാനപ്പെട്ട ബഹറുൽ ഉലൂം അശ്ശൈഖ് സൈനുദ്ദീൻ ഇബ്നു അലി ഹസൻ അൽ മഖ്ദൂമി, സൈനുദ്ദീൻ കുട്ടി ഉസ്താദ് ഖദ്ദസല്ലാഹു സിർറഹു വനഫഅനാ ബിഹി ബഹറുൽ ഉലൂമായിരുന്ന ഉസ്താദ് പഠിപ്പിച്ചു തന്നത്. അങ്ങനെ ഉസ്താദുമാർ സ്വാലിഹീങ്ങളായ സജ്ജനങ്ങളായ ആളുകൾ, അള്ളാഹുവിനെ മാത്രം ഭയപ്പെടുന്ന ആളുകൾ, അവര് പഠിപ്പിച്ചു തന്ന ദീൻ അതാണ് സുന്നത്ത് ജമാഅത്ത്. അത് നിങ്ങൾ മുറുകെ പിടിക്കണം, ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണം. ഭൗതികമായ എന്ത് അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും അതൊക്കെ മറന്ന്, അതൊക്കെ ഒഴിവാക്കി, അല്ലെങ്കിൽ മറന്ന് ഇനി ഉണ്ടെങ്കിൽ അത് നിലനിർത്തിയാലും നിങ്ങൾ സുന്നത്ത് ജമാഅത്തിന്റെ വിഷയത്തിൽ വരുമ്പോ ഒറ്റക്കെട്ടായി തന്നെ പ്രവർത്തിക്കണം, അതിനുവേണ്ടി മുന്നോട്ട് നീങ്ങണം. എന്നാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ചെയ്യാൻ കഴിയും. അൽഹംദുലില്ലാഹ് മർക്കസ് തഖാഫത്തി സുന്നിയ അതിന്റെ റിസീവർ ഇവിടെയുണ്ടെന്ന് അയാളുടെ പേര് ഇവിടെ ഉണ്ടായിരുന്നു. അയാളുടെ പേര് ഇവിടെ നടക്കുന്ന റിസീവറുടെ പേര് സൈദലവി പുകയൂർ, കരുവാങ്കുന്നൻ സൈദലവി. അയാളാണ് ഈ ഭാഗത്തുള്ള നമ്മുടെ മർക്കസിന്റെ ഓർഗനൈസർ. അദ്ദേഹം വരുമ്പോൾ നിങ്ങളൊക്കെ പൈസ കൊടുക്കണം, എല്ലാവരും കൊടുക്കണം. ഒരു ദിവസവും എത്ര ഉറുപ്പ്യ ചെലവുണ്ട് അതൊന്നും ആർക്കും അറിയില്ല. അവിടെ നിന്നോട്ട് കലണ്ടറും ഉണ്ട്. ആളൊരു ഇത് വാങ്ങി മർക്കത്തിന് വേണ്ടി എല്ലാവരും വെച്ചോളൂ. മർക്കസിന്റെ കലണ്ടർ വാങ്ങിയിട്ട് ബംഗാള് ബംഗാളില് ഞാനങ്ങോട്ട് പോവുകയാണ്. ബംഗാളിലേക്ക് കുറച്ച് ദൂരം ഉണ്ടല്ലോ.
ബംഗാളിലെ പ്രവർത്തകരും ഇവിടെ ഉണ്ട്, നമ്മളെ കുട്ടികള്. ഇന്ത്യ രാജ്യം മുഴുവനും മർക്കസിന്റെ പ്രവർത്തനം നമ്മൾ വ്യാപിപ്പിച്ചിട്ടുണ്ട്. ഇബ്രാഹിം സഖാഫി അതുപോലെ മറ്റേ നൂറാനി ഇവരെല്ലാവരും ഉണ്ട്. ബംഗാള്, ഒറീസ, UP, ബീഹാർ, ഹരിയാന, മധ്യപ്രദേശ്, ഇങ്ങനെ തുടങ്ങി കാശ്മീർ വരെ ഇന്ത്യ രാജ്യത്തിന്റെ എല്ലാ കോണുകളിലും അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് നമുക്ക് പ്രവർത്തനങ്ങൾ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ആയിരക്കണക്കിന് യതീമുകളെ ഞങ്ങൾ ഏറ്റെടുത്ത് വളർത്തുന്നു. 2 വയസ്സ് മുതൽ 10 വയസ്സ് വരെയുള്ള യതീമുകളെ മർക്കസിൽ വന്നു നോക്കിയാൽ നിങ്ങൾ കാണില്ല. ആ യതീമുകളെ അവരുടെ വീട്ടിൽ തന്നെ വെച്ച് വളർത്തുന്ന ഹോം കെയർ പദ്ധതി, അവിടെ വീട്ടിൽ വെച്ച് അവരെ കെയർ ചെയ്യുന്നു, അവരെ സംരക്ഷിക്കുന്നു, വളർത്തുന്നു. അങ്ങനെയുള്ള 3000-ഓളം വരുന്ന യതീം കുട്ടികൾ ഉണ്ട്. ഒരു കുട്ടിക്ക് ഏറ്റവും ചുരുങ്ങിയത് 1000 രൂപ ഞങ്ങൾ കൊടുക്കുന്നുണ്ട് മാസത്തിൽ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ എന്തെല്ലാം പ്രവർത്തിക്കുന്നു. അതൊന്നും നിങ്ങൾ കാണൂല. നിങ്ങൾ എന്ന് പറഞ്ഞാൽ വേറെ ചിലർ കാണൂല. അത് കാണുകയും വേണ്ട. മുഅ്മിനീങ്ങൾ കാണുന്നവരുണ്ട്. ഇത് ചെയ്യണമെങ്കിൽ എത്ര പണിയുണ്ട്, എത്ര പ്രവൃത്തി ബുദ്ധിമുട്ടുണ്ട് നിങ്ങൾ ആലോചിക്കണം. ഞാൻ ഇന്നലെ മെനയാന്ന് 6ാമത്തെ വാതിനൊപ്പം പറഞ്ഞു, എന്റെ ബുദ്ധിമുട്ട് എന്നോട് കടം വാങ്ങിയവർ മാത്രമേ അറിയുള്ളൂ. അവിടെ ഉണ്ടായിരുന്ന സദസ്സിലുണ്ട് ഒരു 5-6 ആള്. ഞാൻ വലിയ സംഖ്യ കടം വാങ്ങി, മർക്കത്തിന് വേണ്ടിയിട്ട് കടം വാങ്ങിയിട്ട് കൊടുക്കാത്ത, താമസിച്ച് പോയ അവധി കഴിഞ്ഞിട്ടും കൊടുക്കാത്ത കുറെ ആളുകൾ ആ സദസ്സിലുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, അവർക്ക് എന്റെ ബുദ്ധിമുട്ടറിയാം, അല്ലാത്തവർക്ക് ബുദ്ധിമുട്ടറിയില്ല. കാരണം നല്ല കാറിലല്ലേ പോണത്. കാറിൽ പോകാൻ പാടില്ലാന്ന് അവർക്കറിയില്ല. മുഅ്മിനീങ്ങളെ, അപ്പോൾ വളരെയധികം അധ്വാനം ഇതെല്ലാം നടത്തുന്നതിനുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ യഥാർത്ഥങ്ങളുടെ സ്കൂള് അത് വികസിപ്പിക്കാൻ ഇൻഷാ അല്ലാഹ് അള്ളാഹു എളുപ്പമാക്കി തരട്ടെ. അതിന്റെ വഴികൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ മദ്രസയും അവിടുത്തെ സ്കൂളും എല്ലാം നന്നാക്കാൻ. പക്ഷേ കഴിയാത്തത് കൊണ്ട് അല്പം നീണ്ടുപോകുന്നു. എന്നാലും ഉള്ളത് ഉണ്ടല്ലോ എന്ന് കരുതി ജനങ്ങൾ സഹായിക്കും, മുഅ്മിനീങ്ങളെല്ലാം സഹായിക്കും. എപ്പോഴും നമ്മൾ വലൈക്കുമുസ്സലാം बंगाल से आया बच्चा, माशाअल्लाह। ये स्टूडेंट्स, ये बच्चा सब बंगाल से आया, देखने के लिए आया, पढ़ने के लिए भी आया, शहर मुबारक के लिए आया। അൽഹംദുലില്ലാഹ് 6-ാം തീയതി രാവിലെ ബഹുമാനപ്പെട്ട സയ്യിദ് യൂസുഫ് തങ്ങൾ, ബഹുമാനപ്പെട്ട സുലൈമാൻ ഉസ്താദ് തുടങ്ങിയ ആലിമീകളും സാദാത്തുക്കളുടെയും സാന്നിധ്യത്തിൽ വെച്ച് 6-ാം തീയതി രാവിലെ മർക്കസിൽ ഷെയർ മുബാറക്ക് പ്രദർശിപ്പിക്കും. യാതൊരു സംശയവും ഇല്ല. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. മദീനത്തുനിന്ന് കൊണ്ടുവന്ന റൗള ഷരീഫിന്റെ ഉള്ളിൽ നിന്ന് കൊണ്ടുവന്ന മണ്ണ് ഇട്ടിട്ടുള്ള വെള്ളവും കൊടുക്കും. മണ്ണും ഷെയറും ഇട്ടിട്ടുള്ള ഇത് ഞാൻ അത് പറയുന്നത്, ഒരുപാട് ആള് വലിയ കിതാബ് മറിച്ചിട്ട് ഇങ്ങനെ മസാല പറഞ്ഞതായി കേട്ട് മക്കത്തുനിന്നും മദീനത്തുനിന്നും മണ്ണ് കൊണ്ടുവരാൻ പാടില്ല, മക്കത്തുനിന്നും മണ്ണിന്നും തുറാബ് കൊണ്ടുവരാൻ. തുറാബ് ഞങ്ങൾ മറുപടി അറിയിച്ചു. അവിടുത്തെ മണ്ണിട്ടോട്ടല്ലേ തുറാബുകൾ ഉണ്ടായത്. അപ്പോ തുറാബുൽ മദീന, തുറാബുൽ മക്ക, ഇത് എടുക്കാൻ പാടില്ല, അത് ഹറാമാണ് എന്ന് കിതാബിലുണ്ട്. ഞങ്ങളതൊക്കെ കണ്ടിട്ടുണ്ട്. സുലൈമാൻ ഉസ്താദിനോട് ചോദിച്ചു, ഇല്ലാലി തദാവി, കണ്ടോ മണ്ണ്
മക്കയിൽ നിന്നും മദീനയിൽ നിന്നും മണ്ണ് എടുത്തുകൊണ്ടുവരൽ ഹറാമാണ്. ഇല്ലാലി തദാവി, ചികിത്സ രോഗശിഫയ്ക്ക് വേണ്ടി ഒഴികെ എന്ന് പണ്ഡിതന്മാര് പറയുന്നു. ഞങ്ങൾ ഈ കൊണ്ടുവരുന്ന മണ്ണ് അവിടെ നിന്ന് എടുത്ത് കൊത്തിക്കോരിക്കൊണ്ടുവരുന്നതും അല്ല. മണ്ണ് തുർബത്തുൽ മദീന എന്നവർ പറയും. അതെന്താണ്? ഏത് എയർ കണ്ടീഷനുള്ള റൂമിലും കുറെ ദിവസം കഴിഞ്ഞിട്ട് ഇങ്ങനെ ജനാൽമേൽ കയ്യിന്റെ ഇങ്ങനെ നോക്കിയാൽ ചെറിയ പൊടി കാണൂലേ? അടച്ചിട്ട റൂമിന്റെ ഉള്ളിൽ ഇങ്ങനെ നോക്കിയാൽ കൈമൊലി പൊടി കാണൂലേ? ആ നിലക്ക് റൗള ഷരീഫിന്റെ ഉള്ളിൽ ഓരോ ആഴ്ചയിലും അവിടുത്തെ ഖാദിമീങ്ങൾ അവിടെ പറന്നുകൂടിയ പൊടികളും അവിടെ ചന്ദനത്തിന്റെ പൊടികൾ ഇട്ടതും എല്ലാം കൂടി അവർ ഒരുമിച്ച് കൂട്ടിയിട്ട് തബറുക്കിന് വേണ്ടിയോ അല്ലെങ്കിൽ ശിഫക്ക് വേണ്ടിയോ അവർ കൊടുക്കുന്ന ആ സാധനം ആണ് ഞങ്ങൾ പറയുന്നത്. അങ്ങനെ ശിഫക്ക് വേണ്ടി ദവാഇന് വേണ്ടി അവിടെ നിന്ന് കൊണ്ടുവരാമെന്ന് എവിടെയെല്ലാം ഏത് കിതാബിലെല്ലാം അവിടെ നിന്ന് തുർബത്ത് എടുക്കൽ ഹറാമാണെന്ന് പറഞ്ഞിട്ടുണ്ടോ ആ കിതാബിലെല്ലാം അത് തദാവിക്ക് വേണ്ടി കൊണ്ടുവരാമെന്നും പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയത് അതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അങ്ങനെ അല്ലാഹുവിന്റെ ഹബീബിന്റെ ആധാറുകളെ ബഹുമാനിക്കുകയും അല്ലാഹുവിന്റെ ഹബീബിനോട് പ്രിയം വെക്കുകയും അവിടുത്തെ ആധാറുകളെ ബഹുമാനിക്കുകയും അവിടുന്ന് കൽപ്പിച്ച ചര്യകൾ സ്വീകരിക്കുകയും എല്ലാം ചെയ്തുകൊണ്ടാണ് നമ്മൾ എവിടെ ജീവിക്കേണ്ടത് എന്നല്ലാതെ ഞങ്ങൾ അതുമായി മാത്രം നടക്കുകയല്ല. റസൂലുള്ളാഹിനോടുള്ള മഹബ്ബത്ത് വെക്കണം. അത് വാക്കിലൂടെ മാത്രമല്ല, പ്രവൃത്തിയിലൂടെയും നമ്മുടെ പ്രവൃത്തി അതെല്ലാം വേണം. ഇവിടെ അസ്റാത്തുൽ മുസ്തഖീം സ്ഥാപിക്കുമ്പോൾ അതിനും നിങ്ങൾ സംഭാവന ചെയ്ത് സഹായിക്കുന്നത് റസൂലുള്ളാഹിനോടുള്ള മഹബ്ബത്ത് തന്നെയാണ്. അങ്ങനെ എല്ലാവിധത്തിലും അർഹമുർ-റാഹിമായ അല്ലാഹുവിന്റെ ദീൻ ഇവിടെ നിലനിൽക്കുന്നതിന് വേണ്ടി നിങ്ങളും ഞാനും പ്രവർത്തിക്കണം. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബുശ്റാ ലനാ മഅ്ശറൽ ഇസ്ലാമി ഇന്ന ലനാ മിനൽ ഇനായത്തി റുക്നൻ ഗൈറ മുൻഹദിമി. ഓ ജനങ്ങളെ, നിങ്ങൾ പേടിക്കണ്ട. അല്ലാഹുവിന്റെ ഹബീബിനെ പ്രിയം വെച്ചാൽ, അല്ലാഹുവിന്റെ ഹബീബിനെ മുറുകെ പിടിച്ചാൽ നിങ്ങൾ ഭയപ്പെടേണ്ട. ബുശ്റാ ലനാ, നമുക്ക് സന്തോഷ വാർത്ത. എന്താണ്? നമുക്കൊരു പിടിവള്ളിയുണ്ട്, നമുക്കൊരു അത്താണിയുണ്ട്, നമുക്കൊരു അടിത്തറയുണ്ട്. അടിത്തറയില്ലാത്ത, അത്താണിയില്ലാത്ത, അഭയ കേന്ദ്രമില്ലാത്ത കൂട്ടരല്ല നാം. മിനൽ ഇനായത്തി റുക്നൻ ഗൈറ മുൻഹദിമി. അല്ലാഹുവിന്റെ ഇനായത്തിൽ നിന്ന് നമുക്കൊരു അത്താണി, ഒരഭയ കേന്ദ്രം അഥവാ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുണ്ട് എന്ന് ഇമാം ബൂസീരി തങ്ങൾ പറഞ്ഞില്ലേ? ഇമാം ബൂസീരി അല്ലാഹുവിന്റെ വലിയാണ്, അല്ലാഹുവിന്റെ വലിയ മഹാനായ വലിയാണ്. ഇമാം ബൂസീരിയെ മദ്ഹ് ചെയ്യാത്ത ഒരൊറ്റ പണ്ഡിതനും ഇവിടെയില്ല. അമീറുശ് ശുഅറാ എന്നറിയപ്പെടുന്ന അഹ്മദു ശൗഖി, അമീറുശ് ശുഅറാ, എല്ലാ കവികളുടെയും നേതാവ് എന്നറിയപ്പെടുന്ന അഹ്മദു ശൗഖി വരെ പറഞ്ഞു. എന്ത്? المادحون وأرباب الهوى تبع لصاحب البردة الفيحاء ذي القدم. ഈ ലോകത്ത് ഇമാം ബൂസീരിയുടെ ശേഷം വന്ന എല്ലാ മദ്ഹ് ചെല്ലുന്നവർ, വലിയ വലിയ മദ്ഹ് ചെയ്യുന്ന ആളുകളുണ്ട്. ബഹുമാനപ്പെട്ട കൊണ്ടൂർ ഉസ്താദ് റസൂലുള്ളാഹിനെ മദ്ഹ് ചെയ്യുന്ന ഒരാളായിരുന്നു.
ജീവിതകാലത്ത് ഒരുപാട് ബൈത്തുകൾ റസൂലുള്ളാഹിനെ മദ്ഹ് ചെയ്തുകൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അള്ളാഹു അവരെ ദറജയേറ്റി കൊടുക്കട്ടെ. തിരൂരങ്ങാടി ബാപ്പു മുസ്ലിയാർ ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. അദ്ദേഹം വലിയ മാദിഹുർ റസൂലാണ്. റസൂലുള്ളാഹിനെ മദ്ഹ് ചെയ്തുകൊണ്ട് ബൈത്തുകൾ ഉണ്ടാക്കുന്ന ആളാണ്. അവരെല്ലാം അങ്ങനെ അങ്ങോട്ട് പോയിട്ട് ഞാൻ പറഞ്ഞില്ലേ, അമീറുസ് ശുഅറാ എന്ന് പറയപ്പെടുന്ന കവികളുടെ നേതാവ്, അമീർ എന്ന് അറിയപ്പെട്ട അഹ്മദ് ശൗക്കിയാണ് പറയുന്നത്, അൽ മാദിഹൂന വഅർബാബുൽ ഹവാ തബഉൻ ലിസാഹിബിൽ ബുർദത്തിൽ ഫൈഹാഇദിൽ ഖദമി മദീഹുഹു ഫീക ഹുബ്ബുൻ ഖാലിസുൻ വഹവാ മദീഹുഹു ഫീക ഹുബ്ബുൻ ഖാലിസുൻ വഹവാ വസാഹിബുൽ ഹുബ്ബി യുംലി സാഹിബൽ കലിമി. നല്ല മനുഷ്യന്മാര് നല്ലതേ പറയുള്ളൂ. ഇമാം ബൂസീരി വലിയ മഹാനാണ്. ആ ഇമാം ബൂസീരി നല്ല വാക്കുകളാണ് അവിടുത്തെ വായിൽ നിന്ന് വരുന്നത്. അവിടുത്തെ കവിതകൾ വലിയ മഹത്വമുള്ള കവിതയാണ് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് അഹ്മദ് ശൗക്കി വരെ മദ്ഹ് ചെയ്തിട്ടുള്ള, പ്രശംസിച്ചിട്ടുള്ള മഹാനായ ഇമാം ബൂസീരി പറഞ്ഞു, ومن تكن برسول الله نصرته إن تلقه الأسد في آجامها تجمي. ഓ ജനങ്ങളെ, നിങ്ങൾ അല്ലാഹുവിന്റെ ഹബീബിന്റെ മേൽ സ്വലാത്ത് ചൊല്ലണം, റസൂലുള്ളാഹിന്റെ മേൽ സ്വലാത്ത് വർദ്ധിപ്പിക്കണം. എല്ലാവരോടും ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. അതാ ഇമാം ബൂസീരി പറയുന്നു, വമൻ തകും ബിറസൂലില്ലാഹി നുസ്റതുഹു, അല്ലാഹുവിന്റെ റസൂലിന്റെ മേൽ സ്വലാത്ത് നിർവഹിക്കുകയും അല്ലാഹുവിന്റെ റസൂലിന് പ്രിയം വെക്കുകയും ചെയ്തു ആ വഴിക്ക് നിങ്ങൾക്ക് സഹായം ലഭിക്കുന്നുവെങ്കിൽ ഇൻ തൽഖഹുൽ ഉസ്ദു ഫീ അജാമിഹ തജ്മീ, അതാ വലിയ കരടിയും സിംഹവും നിങ്ങളിലേക്ക് ചാടി വന്നാലും നിങ്ങൾക്ക് പരാജയമില്ല കേട്ടോ, നിങ്ങൾ ഒരിക്കലും പേടിക്കണ്ട എന്ന് പറഞ്ഞത് വളരെ സത്യമാണ് കേട്ടോ. അതുകൊണ്ട് എല്ലാവരും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൽ അടിയുറച്ചു നിൽക്കുക. അതിന്റെ അടിത്തറ അല്ലാഹുവിന്റെ ഹബീബിനോടുള്ള പ്രിയം ആണ് എന്ന് നിങ്ങളോട് ഓർമ്മപ്പെടുത്തി ഞാൻ നിർത്തുന്നു. നിങ്ങളെല്ലാവരും ദുആ ചെയ്യണം. അർഹമുർ-റഹീമായ മലിക്കുൽ മുലൂക്കായ റഹ്മാനായ റബ്ബേ, ഞങ്ങൾക്ക് നീ ഈമാനും തഖ്വയും വർദ്ധിപ്പിച്ചു തരണം റഹ്മാനെ. ഒരു സലാത്ത് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് ചൊല്ലു. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم كما تحب وترضى كما تحب وترضى. أرحم الراحمين يا الله, ഹബീബായ റസൂലുള്ളാഹിന്റെ മേൽ ചൊല്ലിയ സ്വലാത്തിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് നീ ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്. ഞങ്ങളെ ദോഷം പൊറുക്കണേ റഹ്മാനെ. ഞങ്ങളെ മാതാപിതാക്കന്മാര്, ഉസ്താദുമാര്, ശിഷ്യന്മാര്, ഭാര്യ, സന്താനങ്ങൾ, സഹോദര സഹോദരികൾ എല്ലാവരുടെ ദോഷങ്ങളും നീ പൊറുക്കണം റഹ്മാനെ. ഞങ്ങളുടെ ഖൈറായ ഹലാലായ ഉദ്ദേശങ്ങളൊക്കെ സാധിപ്പിച്ചു തരണം റഹ്മാനെ. ഞങ്ങളുടെ രോഗങ്ങൾ ശിഫയാക്കി തരണം റഹ്മാനെ. ഞങ്ങളിൽ നിന്ന് രോഗികളുടെ എല്ലാ രോഗങ്ങളും ശിഫയാക്കണേ അല്ലാഹ്. ക്യാൻസർ രോഗം, കിഡ്നി രോഗം, ഹാർട്ട് രോഗം തുടങ്ങിയ രോഗങ്ങൾ, അതുകൊണ്ട് ഞങ്ങൾ നീ പരീക്ഷിക്കല്ലേ അല്ലാഹ്. ഞങ്ങൾ നീ ശിക്ഷിക്കല്ലേ അല്ലാഹ്. ഞങ്ങൾക്ക് നീ കാവൽ തരണേ അല്ലാഹ്. അർഹമുർ-റഹീമേ, ഞങ്ങളെ കടം വീട്ടി തരണേ അല്ലാഹ്. ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ കടം വീട്ടണേ അല്ലാഹ്. ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നവരുടെ കടം വീട്ടണേ അല്ലാഹ്. ഞങ്ങളെ മുഹിബ്ബീങ്ങളുടെ കടം നീ വീട്ടിക്കൊടുക്കണേ അല്ലാഹ്. അതിന്റെ വഴികളൊക്കെ തുറന്നു തരണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളുടെ സ്ഥാപനം നീ അഭിവൃദ്ധിപ്പെടുത്തി തരണം റഹ്മാനെ.
ഈ സ്ഥാപനത്തിന് സഹായിക്കുന്ന ആളുകളെ എല്ലാവരെയും നീ സഹായിക്കണം റഹ്മാനെ. ബാക്കി വേറെ സമയമല്ല, പോയി വേഗം വേറെ പോകാനുണ്ട്. എവിടെയോ സ്ഥലത്ത് കരയേക്കാട് കോട്ടക്കുന്ന് കുറെ അപ്പുറം പോകണം. അപ്പൊ അതിനിടക്ക് നമുക്ക് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഈ സ്ഥാപനത്തിലേക്ക് ഉണ്ടാക്കാൻ പോവാണ്. 2000 ചാക്ക് സിമെന്റ് വേണമെന്ന് അറിയുന്നത്. 100 ചാക്ക് സിമെന്റ് പറയാൻ ആരുണ്ടോ? ബിസ്മില്ലാ. 25 ചാക്ക് കാരി കുഞ്ഞല് വിഹാജി റഹ്മുർ-റഹീമായ അല്ലാഹ് നീ അത് കബൂൽ ചെയ്യണേ അല്ലാഹ്, നീ സ്വീകരിക്കണേ അല്ലാഹ്, അദ്ദേഹത്തിന്റെ ഖൈറായ ഉദ്ദേശം പൂർത്തിയാക്കണേ അല്ലാഹ്. നീ ഒരുപാട് ആള് പ്രസംഗിക്കാനുണ്ട്, ആരും പോണ്ട. പിന്നെ സൈദൽ വ്യാജി 500 കിലോ കമ്പി സൈദലവി കാമ്പ്രൻ. അല്ലാഹു തആല അദ്ദേഹത്തിന് ബർക്കത്ത് ചെയ്തു കൊടുക്കട്ടെ. അല്ലാഹു തആല അതിൽ ബർക്കത്ത് ചെയ്തു കൊടുക്കട്ടെ. അദ്ദേഹത്തിന്റെ എല്ലാ ഖൈറായ ഉദ്ദേശങ്ങളും പൂർത്തിയാക്കി കൊടുക്കട്ടെ. പിന്നെ സിമെന്റ് വേഗം പറയും, 2000 അങ്ങോട്ട് പൂർത്തിയാട്ടെ. കഴിക്കാമോ? വേഗം പറയുന്നുണ്ട്, നിങ്ങൾ പ്രസംഗിക്കാം. 100 തന്നെ തരാൻ ആളുണ്ടല്ലോ. വേഗം പറയും. ഇവിടെ എഴുതിക്കോളി, 10 ചാക്ക് സിമെന്റ്. 100 വന്നോളും, നിങ്ങൾ പഠിക്കേണ്ടത്. 10 എഴുതിയോ? ഇതെഴുതിയോ? അസീസ് കാമ്പ്രൻ 10 ചാക്ക് സിമെന്റ്. KC ആലിക്കുട്ടി ഹാജി 10 ചാക്ക് സിമെന്റ്. കൗണ്ടറിൽ എഴുതി വെക്കണം. KC ആലിക്കുട്ടി ഹാജി 10 ചാക്ക് സിമെന്റ്. 11,100 റുപ്യ. പേര് എറമ്മൻ കാഞ്ഞോളി അഹമ്മദ് കുട്ടി ഹാജി 10,001 രൂപ. 1 രൂപ ശൈഖുനായി ഏൽപ്പിച്ചിട്ടുണ്ട്. 10,000 രൂപ 501 രൂപ ശൈഖുന അവരെ ഏൽപ്പിച്ചു. ബാക്കി സുലൈമാൻ ഉസ്താദിന്റെ കയ്യിൽ കൊടുക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. KC മുജീബ് ഹാജി 10 ചാക്ക്. അല്ലാഹു തആല എളുപ്പമായി കൊടുക്കട്ടെ, ബർക്കത്ത് ചെയ്തു. KC മുജീബ് ഹാജി സിമെന്റ് എന്തെങ്കിലും പൂർത്തിയാകട്ടെ വേഗം. എല്ലാവരും തരും മക്കളെ. ബക്കറ്റ് കൊണ്ടുനടന്നാൽ എന്ത് കിട്ടും? പറഞ്ഞോട്ടെ, അത് അവിടെയൊക്കെ ഇരിക്കുന്ന ആളുകൾ. മുസ്തഫ മുക്കിൽ 10 ചാക്ക് സിമെന്റ്. ഖാദർ ഹാജി 10 ചാക്ക്. മുസ്തഫ മുക്കിൽ 10 ചാക്ക്. ഖാദർ ഹാജി 10 ചാക്ക് സിമെന്റ്. മുസ്തഫ മുക്കിൽ 10 ചാക്ക് സിമെന്റ്. മാട്ടറമായിൻ ഹാജി 5000 റുപ്യ റക്കം. അല്ലാഹു കബൂൽ ചെയ്യട്ടെ. ആമീൻ ആമീൻ. എല്ലാ ഉദ്ദേശം പൂർത്തിയാക്കി കൊടുക്കണം. അബൂബക്കർ ഹസനി സുലൈമാൻ ഉസ്താദിന്റെ മകന് 10 ചാക്ക് സിമെന്റ്. മരുമകൻ സുലൈമാൻ ഉസ്താദിന്റെ മരുമകൻ അബൂബക്കർ ഹസനി 10 ചാക്ക് സിമെന്റ്. അല്ലാഹു കബൂൽ ചെയ്യട്ടെ, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. MC മുഹമ്മദ് കരുവാങ്കല്ല് 10 ചാക്ക് സിമെന്റ്. അല്ലാഹു കബൂലാക്കട്ടെ. പിന്നെ 100 ചാക്ക് സിമെന്റ് വിദേശത്ത് നിന്ന് നാസർ. അൽഹംദുലില്ലാഹ്, വിദേശത്ത് നിന്ന് നാസർ 100 ചാക്ക് സിമെന്റ്. അല്ലാഹു കബൂലാക്കട്ടെ. ആമീൻ ആമീൻ ആമീൻ. ലത്തീഫ് ഹാജി കൊട്ടപ്പുറം 1000 രൂപ.